ചങ്ങനാശ്ശേരി വികാരിയാത്തിന്റെയും പിന്നീട് തെക്കുംഭാഗക്കാർക്കായി നൽകപ്പെട്ട കോട്ടയം വികാരിയാത്തിന്റെയും പ്രഥമ വികാരി അപ്പസ്തോലിക്കയും വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനുമായ മാർ മാത്യു മാക്കിയിൽ പിതാവിനെ 2025 മെയ് 22 ലയോ 14 പാപ്പ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ പ്രഖ്യാപനവും കോട്ടയം അതിരൂപതയുടെ തൃതീയ മെത്രാനായിരുന്ന മാർ തോമസ് തറയിലിന്റെ 50ാം ചരമവാർഷികാചരണവും സംയുക്തമായി ക്രിസ്തുരാജ കത്തീഡ്രലിൽ സംഘടിപ്പിച്ചു. പരിശുദ്ധ കുർബാനയ്ക്ക് മുന്നോടിയായി കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് ദീപം തെളിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുസ്മരണ സന്ദേശം നൽകി. ജ്ഞാനായ സമുദായത്തെ സ്വപ്നം കണ്ട് ജീവിച്ച മാർ മാക്കിയിൽ പിതാവ് പഴയ നിയമത്തിലെ പൂർവ്വ യൗസേപ്പിന്റെ പ്രതീകമാണെന്ന് അനുസ്മരിച്ചു. ജ്ഞാനായ സമുദായത്തെ നെഞ്ചിലേറ്റി സമുദായത്തിന്റെ ചക്രവാളങ്ങൾ മനസ്സിൽ കിനാവു കണ്ട ഒരു സ്വപ്നക്കാരനുമാണ് മാക്കിയിൽ പിതാവ്. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ പിന്നീട് വന്ന പിതാക്കന്മാരും വൈദികരും സമർപ്പിതരും അൽമായരും കരം ചേർത്തതാണ് ഇന്ന് കോട്ടയം അതിരൂപതയുടെ സുസ്ഥിതിക്ക് പ്രധാന കാരണമെന്ന് അഭിമന്യു തട്ടിൽ പിതാവ് പറഞ്ഞു. അതേസമയം ജ്ഞാനായ സമുദായം സീറോ മലബാർ സഭയുടെ വിവേകത്തിന്റെ അടയാള നക്ഷത്രമാണെന്നും സമുദായത്തിന്റെ വിവേകവും വിശുദ്ധിയും കഠിന പരിശ്രമവും സീറോ മലബാർ സഭയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്നും അഭിമന്യു തട്ടിൽ പിതാവ് കൂട്ടിച്ചേർത്തു. ധന്യനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വത്തിക്കാന്റെ ഡിഗ്രി ചാൻസലർ റെവറൻഡ് ഡോക്ടർ തോമസ് ആദോപ്പിള്ളി വായിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹായ മെത്രാൻമാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരി, ഗീവർഗീസ് മാർ അപ്രേം, വികാരി ജനറൽമാരായ ഫാദർ തോമസ് ആനിമൂട്ടിൽ, ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, ഫാദർ ജോസ് തറയിൽ, അതിരൂപതയിലെ വൈദികർ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. മാർ മാക്കിയിൽ പിതാവ് യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധനാണെന്ന് ദിവ്യബലി മധ്യം നടത്തിയ സന്ദേശത്തിൽ മാർ മൂലക്കാട്ട് പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയായിരുന്നു. ജീവിതപാതയിൽ വിവിധങ്ങളായ ക്ലേശങ്ങൾ ഉണ്ടായപ്പോൾ സഭയോട് ചേർന്ന് നിന്ന് അതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പിതാവിനുണ്ടായിരുന്നുവെന്നും മൂലക്കാട്ട് പിതാവ് വ്യക്തമാക്കി. ഷെക്കന ന്യൂസ്, കോട്ടയം.